നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ വിഷു ആശംസകൾ. പ്രധാന വാർത്തകൾ നോക്കാം. വേനൽ മഴയിലും കാറ്റിലും കരിമ്പുഴ പഞ്ചായത്തിൽ കനത്ത നാശനഷ്ടം. നിരവധി വീടുകൾ തകർന്നു. ഏക്കർ കണക്കിന് സ്ഥലത്തെ വാഴകൃഷിയും കവുങ്ങ് കൃഷിയും നിലംപൊത്തി. ചുഴലിക്ക് സമാനമായ കാറ്റാണ് വീശിയടിച്ചതെന്ന് നാട്ടുകാർ. ഇനിയും രാജ്യത്ത് BJP അധികാരത്തിൽ വന്നാൽ തെരഞ്ഞെടുപ്പ് ഒരു ഓർമ്മയായി മാറുമെന്ന് മന്ത്രി MP രാജേഷ്. ഏത് ഗവൺമെന്റ് വേണമെന്നല്ല, ഏത് ഇന്ത്യ വേണമെന്നതാണ് ഇപ്പോഴത്തെ ചോദ്യമെന്നും മന്ത്രി. ഭാര്യ സഹോദരന്റെ അടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മണ്ണാർക്കാട് ആണ്ടിപ്പാടം പോത്തില്ലത്ത് ഹാരിസാണ് മരിച്ചത്. സംഭവത്തിൽ ഹാരിസിന്റെ ഭാര്യ സഹോദരൻ സുധീർ അറസ്റ്റിൽ. മണ്ണാർക്കാട് വൻ കഞ്ചാവ് വേട്ട. കണ്ടമംഗലത്ത് നിന്നും 10 കിലോ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. പൊതുവപ്പാടം സ്വദേശി റഹ്മത്ത് മോനാണ് അറസ്റ്റിലായത്. മലയാളികൾക്ക് നാളെ വിഷു. ഐശ്വര്യത്തിന്റെ പൊൻകണിയൊരുക്കി പുതുവർഷത്തെ വരവേൽക്കാൻ നാടൊരുങ്ങി. പൊടിപൊടിച്ച് വിഷുത്തലേന്ന് പടക്കക്കച്ചവടം. വിശദമായ വാർത്തകളിലേക്ക്. കഴിഞ്ഞ ദിവസമുണ്ടായ വേനൽ മഴയിലും കാറ്റിലും കരിമ്പുഴ പഞ്ചായത്തിൽ കനത്ത നാശനഷ്ടം. ആറ്റാശ്ശേരി, കരിപ്പമണ്ണ, പ്ലാക്കൂട്ടം, കോട്ടപ്പുറം, കുന്നക്കാട് എന്നിവിടങ്ങളിലാണ് മഴ നാശം വിതച്ചത്. നിരവധി വീടുകൾ തകർന്നു. കൃഷിയും നശിച്ചു. പൊള്ളുന്ന വേനൽ ചൂടിന് ആശ്വാസമായി വേനൽ മഴ പെയ്തെങ്കിലും വലിയ നാശനഷ്ടമാണ് കരിമ്പുഴ പഞ്ചായത്തിൽ മഴയിലും കാറ്റിലുമുണ്ടായത്. വാഴ, കവുങ്ങ് തുടങ്ങി കൃഷികളെല്ലാം കാറ്റിലും മഴയിലും നശിച്ചു. വീടുകൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ആറ്റാശ്ശേരി, കരിപ്പമണ്ണ, പ്ലാക്കൂട്ടം, കോട്ടപ്പുറം, കുന്നക്കാട് എന്നിവിടങ്ങളിലാണ് മഴ നാശം വിതച്ചത്. 40ഓളം വീടുകൾക്ക് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. കാറ്റിൽ വീടിൻ്റെ മേൽക്കൂരയിലെ ഷീറ്റുകളും ഓടുകളും പറന്നുപോയി. പഴയ വീടുകളുടെ ചുവരുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചുഴലിക്ക് സമാനമായ കാറ്റാണ് പ്രദേശത്ത് വീശിയടിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. കർഷകർക്ക് വലിയ നഷ്ടമാണ് മഴ വരുത്തിവെച്ചത്. ഇതിൽ പലരും ബാങ്ക് വായ്പയെടുത്ത് കൃഷി ചെയ്തവരാണ്. ഇന്നലെ ഉണ്ടായ കാറ്റും മഴയിലും വന്ന നാശനഷ്ടമാണ്. മൂപ്പര് രാവും പകലും നിന്ന് ഫുള്ളായിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആളാണ്. ഇത് സാമ്പത്തികമായിട്ടും മൂപ്പർക്ക് വന്ന നഷ്ടമാണ്. ഇന്നത്തെ കാറ്റും മഴയിലും സംഭവിച്ചാണിത്. സാമ്പത്തികമായിട്ടും വളരെ പിന്നോക്കം നിൽക്കുന്ന ആളാണ്. ചുരുങ്ങിയത് 1 ലക്ഷം രൂപയുടെ മുകളിൽ നഷ്ടം ഉണ്ടാവും. ഇതിൽ തന്നെ 10-300 വാഴ നഷ്ടമുണ്ട്. മൊത്തം ഏരിയയിൽ ഒരു 10,500 വാഴകളും പോയിക്കണു. അതിൽ മൂപ്പര ഒരു വാഴ പോലും നിൽക്കുന്നില്ല. എല്ലാ വാഴയും കുലച്ച വാഴയാണ്. പോണ വാഴ ഇപ്പം തന്നെ കുലച്ചിക്കണം. അപ്പോൾ അതെങ്ങനെ ആൾ നോക്കണം? സാമ്പത്തികമായി വളരെ നിൽക്കുന്ന ഒരാളാണ് മൂപ്പര്. മൂപ്പരുടെ അധ്വാനം കൊണ്ട് രാവും പകലും നിന്നിട്ട് ബക്കറ്റ് കൊണ്ട് മുക്കിയിട്ട് നടക്കുന്ന ആളാണ്. ഓരോ വാഴക്കും ഇത്രയും കുറച്ച് വെള്ളമുള്ളൂ. ആ വെള്ളം കൊണ്ട് മൂപ്പര് ഈ വാഴകൾ ഓരോന്നും മുക്കി നനച്ചുണ്ടാക്കിയ വാഴകളാണ്. അതാണ് ഇന്നലത്തെ ഒരൊറ്റ കാറ്റിന് ഇന്നലെ മഴക്ക് മുഴുവൻ പോയത്. ഒരു വാഴ പോലും ഇല്ല. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും കാറ്റിൽ പൊട്ടി വീണു. ഇത് വൈദ്യുതി ബന്ധം താറുമാറാക്കി. നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ, വാർഡ് മെമ്പർമാർ എന്നിവർ സന്ദർശിച്ചു. നഷ്ടം സംഭവിച്ച ആളുകൾക്ക് നഷ്ടത്തോത് കണക്കാക്കി മുഴുവൻ തുകയും അനുവദിക്കണമെന്നും ഭാഗികമായി തകർന്ന വീടുകൾക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകൾ നിർമ്മിക്കാൻ സർക്കാർ മുൻഗണന നൽകണമെന്നും പൂർണ്ണമായി തകർന്ന വീടുകൾക്ക് വീടുകൾ അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ആവശ്യപ്പെട്ടു. കരളയിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു. കാറ്റ് എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റ് പോലെയുള്ള കാറ്റാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടതുപോലെ ഒട്ടേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഒട്ടേറെ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി, കൃഷികൾക്ക് നാശമുണ്ടായി. വാഴ പോയി, കവുങ്ങ്, തെങ്ങ് പോലെയുള്ള കൃഷികൾ മുഴുവൻ നശിച്ചിരിക്കുകയാണ്. ഓരോ വീടുകൾ മൊത്തമായി മേൽക്കൂര മൊത്തം കാറ്റെടുത്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. അത് വന്നത് ആകട്ടെ മുഴുവനും സാധാരണക്കാരനായ ആളുകളുടെ വീടുകളാണ് ഇതിൽ ഉപയോഗശൂന്യമാകും വിധം കേടുവന്നത് എന്ന് കാണുമ്പോഴാണ് ഏറെ പ്രയാസം തോന്നുന്ന ഒന്ന്. ഇതിന് ഇനി ചെയ്യാൻ കഴിയുന്നത് കൃഷി വകുപ്പുമായും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ പോയി മരം വീണതും മറ്റൊക്കെ കാണിച്ചു കൊടുത്ത് കിട്ടുന്ന തുച്ഛമായ എന്തെങ്കിലും സംഖ്യ, അത് 3 വർഷം 2 വർഷം 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടുക. അത് പോരാ. ഉടനടി അവർക്ക് വേണ്ട ധനസഹായം ചെയ്യാൻ സർക്കാർ തയ്യാറാകണം. അതുമല്ലെങ്കിൽ ഇത്തരം പ്രകൃതി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് അത്യാവശ്യമായ ഫണ്ട് എടുത്ത് ചെലവഴിക്കാൻ ഗ്രാമപഞ്ചായത്തിന്, ത്രിതല പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുക്കാൻ കൂടി ഈ സർക്കാർ തുനിയണം. എന്നാൽ എത്രയും പെട്ടെന്ന് അവർക്ക് അവരുടെ കൂരയിൽ തന്നെ കിടന്നുറങ്ങാൻ ഉള്ള ഒരു സൗകര്യം ഉണ്ടാക്കാൻ ഗ്രാമപഞ്ചായത്തുകൾക്ക് കഴിയും. ഈ കണ്ട കാഴ്ച കരളലിയിപ്പിക്കുന്ന കാഴ്ചയാണ്. നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് സഹായങ്ങൾ നൽകുവാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്നും പൂർണ്ണമായും വീട് തകർന്നവർക്ക് വീടുകൾ അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ലോക്കൽ ഗവൺമെൻറ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത്, ഒറ്റപ്പാലം മണ്ഡലം കൺവീനർ EP ബഷീർ എന്നിവരും ആവശ്യപ്പെട്ടു. പ്രസ്തുത വീടുകൾക്കും കൃഷികൾക്കും പര്യാപ്തമായ മുഴുവൻ തുകയും നൽകണമെന്നാണ് ലോക്കൽ ഗവൺമെൻറ് മെമ്പേഴ്സ് ലീഗ്
കരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവം വെച്ച് നോക്കുമ്പോൾ സർക്കാരിൽ നിന്ന് നാമമാത്ര തുക മാത്രമാണ് പ്രസ്തുത വീടുകൾക്കൊക്കെ ലഭ്യമായിട്ടുള്ളത്. ഇത്തരം മഴക്കെടുതിയിൽ നാശനഷ്ടം സംഭവിച്ച ഭാഗികമായും പൂർണ്ണമായും തകർന്ന വീടുകൾക്കൊക്കെ നാമമാത്ര തുകയാണ് നഷ്ടപരിഹാരമായി ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചുള്ള മുഴുവൻ വീടുകൾക്കും ഈ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ 2024-25 വാർഷിക പദ്ധതിയിലെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് മുൻഗണന നൽകണമെന്നാണ് ലോക്കൽ ഗവൺമെൻറ് മെമ്പേഴ്സ് ലീഗിൽ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം കൃഷി നാശം സംഭവിച്ച മുഴുവൻ സ്ഥലങ്ങളും വീടുകളും തൊട്ടടുത്ത പ്രവൃത്തി ദിവസം പഞ്ചായത്ത് സെക്രട്ടറിയും കൃഷി ഓഫീസറും എയും വില്ലേജ് ഓഫീസറും അടങ്ങുന്ന സംഘം പ്രസ്തുത വീടുകളും കൃഷിസ്ഥലങ്ങളും സന്ദർശിച്ചുകൊണ്ട് നാശനഷ്ടത്തിൻ്റെ തോതുകൾ കണക്കാക്കി സർക്കാർ റിപ്പോർട്ട് ചെയ്ത് ഒറ്റപ്പാലം തഹസിൽദാർക്ക് റിപ്പോർട്ട് ചെയ്ത് പ്രസ്തുത വീടുകൾക്കും കൃഷികൾക്കും ഒക്കെ അതിൻ്റെ പര്യാപ്തമായ തുക, നേരത്തെ പറഞ്ഞ തുച്ഛമായ തുകയല്ലാത്ത മുഴുവൻ തുകയും ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കണം. 2 കോടിയുടേതെങ്കിലും നഷ്ടം പ്രദേശത്ത് ഉണ്ടായതായാണ് പഞ്ചായത്ത് നൽകുന്ന ഏകദേശ കണക്ക്. മഴയേക്കാൾ കൂടുതൽ കാറ്റാണ് നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചത്. എസ് ബ്യൂറോ, ശ്രീകൃഷ്ണപുരം. ഭാര്യ സഹോദരൻ്റെ അടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മണ്ണാർക്കാട് ആണ്ടിപ്പാടം പോത്തില്ലത്ത് ഹാരിസാണ് മരിച്ചത്. സംഭവത്തിൽ ഹാരിസിൻ്റെ ഭാര്യ സഹോദരൻ കല്ലാങ്കുഴി തൃക്കളൂർ നെച്ചുള്ളി മനക്കലക്കുടി സുധീറിനെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുന്നാൾ ദിനത്തിൽ സഹോദരിയെയും മകളെയും ഹാരിസ് മർദ്ദിച്ചത് സുധീർ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ വിറക് കൊള്ളിക്കൊണ്ട് സുധീർ ഹാരിസിനെ തലക്കടിക്കുകയായിരുന്നു. അടിയേറ്റ ഹാരിസിനെ പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയിലായിരുന്ന ഹാരിസ് വെള്ളിയാഴ്ച മരിച്ചു. ഇതേ തുടർന്നാണ് സുധീറിനെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇൻസ്പെക്ടർ ER ബൈജു, SI KP സുലൈമാൻ, സ്റ്റേഷൻ ഇൻസ്പെക്ടർ ER ബൈജു, SI KP സുലൈമാൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ, അഷ്റഫ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മണ്ണാർക്കാട് വൻ കഞ്ചാവ് വേട്ട. കണ്ടമംഗലം പൊതുവപ്പാടത്ത് നിന്നും 10 കിലോ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. കണ്ടമംഗലം പൊതുവപ്പാടം തടത്തിൽ വീട്ടിൽ റഹ്മത്ത് മോനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് മണ്ണാർക്കാട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് റഹ്മത്ത് മോനെ അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 10 കിലോ 800 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പ്രതിയായ റഹ്മത്ത് മോന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ചാക്കിൽ പൊതിഞ്ഞുകെട്ടിയ നിലയിൽ കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായി വിഷുവിനെ വരവേറ്റ് മലയാളികൾ. ഗൃഹാതുരമായ ഒരു കാലത്തെ നെഞ്ചേറ്റി പുതിയ വർഷത്തിലേക്ക് കണി കണ്ടുണരുന്ന സുദിനമാണ് മലയാളിക്ക് വിഷു. കണിത്തളികയിലെ കുന്നപ്പൂവിൻ്റെ നൈർമല്യം പോലെ മനസ്സിലെന്നും സന്തോഷത്തിൻ്റെ പുത്തിരി വിടർത്താൻ ഈ വിഷുവിന് കഴിയട്ടെ. ഐശ്വര്യത്തിൻ്റെ നല്ല നാളുകളിലേക്ക് മലയാളികൾ കണി കണ്ടുണരുന്ന സുദിനമാണ് വിഷു. പടക്കം പൊട്ടിച്ചും പുത്തിരി കത്തിച്ചും വിഷുക്കൈനീട്ടം നൽകിയുമെല്ലാം വിഷുപ്പുലരിയെ നമ്മൾ വരവേൽക്കുന്നു. മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്കുള്ള സൂര്യൻ്റെ സംക്രമണം, അതാണ് വിഷുവായി മലയാളികൾ ആഘോഷിക്കുന്നത്. പുതുവർഷാരംഭം കൂടിയാണ് ഈ സുദിനം. കാർഷികോത്സവമായാണ് മലയാളികൾ വിഷുവിനെ കണ്ടുവരുന്നത്. കാലത്തിനൊത്ത മാറ്റങ്ങൾ ആഘോഷങ്ങളുടെ കെട്ടിലും മട്ടിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും കണി കണ്ട് ഒരു പുതിയ കാലത്തെ വരവേൽക്കുകയാണ് വിഷുവിലൂടെ. മനസ്സിൽ ഒരുപാട് ഗൃഹാതുരതകൾ നിറയ്ക്കുന്ന ഉത്സവം. കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ നിലവിളക്ക് തെളിയിച്ച് കണിക്കൊന്നയും കണിവെള്ളരിയും കായ്ഫലങ്ങളും നാണയത്തുട്ടുകളും വാൽക്കണ്ണാടിയുമെല്ലാം വെച്ചുള്ള വിഷുക്കണി ഐശ്വര്യത്തിൻ്റെ നല്ല നാളുകൾ പ്രദാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം. വീട്ടിലെ മുതിർന്നവർ ഇളമുറക്കാർക്ക് വിഷുക്കൈനീട്ടം നൽകിയും കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്നും വിഭവസമൃദ്ധമായ സദ്യയുണ്ടുമെല്ലാം
വിഷുദിനം ആഘോഷപൂർണ്ണമാക്കുന്നു. ആഘോഷങ്ങളെ എന്നും നെഞ്ചോട് ചേർക്കുന്ന മലയാളികൾക്ക് വിഷു നാടിൻ്റെ നന്മയും നനവും നിറയ്ക്കുന്ന ഉത്സവമാണ്. കണിത്തളികയിലെ കുന്നപ്പൂവിൻ്റെ പ്രഭാവം മനസ്സിൽ എന്നും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പൊൻപ്രഭ ചൊരിയട്ടെ. സമ്പൽ സമൃദ്ധമായ ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും മലബാർ ന്യൂസിൻ്റെയും സിറ്റി ചാനലിൻ്റെയും വിഷു ആശംസകൾ. വിഷുവിൻ്റെ പ്രധാന ആകർഷണമാണ് പടക്കങ്ങൾ. ഇത്തവണയും വ്യത്യസ്ത ഐറ്റം പടക്കങ്ങൾ വിപണിയിലുണ്ട്. അംഗീകൃത വ്യാപാരികൾക്കൊപ്പം ചെറുകിട പടക്ക കച്ചവടക്കാരും നിരത്തുകൾ കൈയടക്കിയ കാഴ്ചയാണ് വിഷുത്തലേന്ന് കണ്ടത്. പടക്കവും പൂത്തിരിയുമൊന്നുമില്ലാതെ എന്തു വിഷുവല്ലേ. വിഷുത്തലേന്ന് പടക്ക കച്ചവടവും പൊടി പൊടിച്ചു. അംഗീകൃത വ്യാപാരികൾക്കൊപ്പം ചെറുകിട പടക്ക കച്ചവടക്കാരും നഗര ഗ്രാമവീഥികൾ കൈയടക്കി. വിഷു കളർഫുള്ളാക്കാൻ വെറൈറ്റി പടക്കങ്ങളും കമ്പിത്തിരികളുമെല്ലാം ഇത്തവണയും എത്തിച്ചിരുന്നു വ്യാപാരികൾ. അതിൽ പ്രധാനിയാണ് മെഗാ പീക്കോക്കും 240 ഷോട്ടുകളുള്ള പടക്കവും. 400 രൂപ മുതലാണ് മെഗാ പീക്കോക്കിൻ്റെ വില വരുന്നത്. 240 ഷോട്ടുള്ള പടക്കത്തിന് 4000 രൂപ മുതലും. സ്പെഷ്യൽ സാധനങ്ങൾ ഇവിടെ 240 ഷോട്ടിൻ്റെ ഇരിക്കുന്നുണ്ട്. 4000 ചില്ലാൻ രൂപയാണ് അതിൻ്റെ വില. പിന്നെ 12 ഷോട്ട്, ഇതൊക്കെയാണ് സ്പെഷ്യൽ സാധനം. പിന്നെ മയിൽ, പിന്നെ ബാക്കിയുള്ള ആസ് യൂഷ്വൽ ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെ. ഇവിടെ ഇപ്പോൾ ഞാൻ 5 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ മാത്രമാണ്. അതെ, സ്ഥലം ഇവിടെ തന്നെ ഉണ്ട്, ചപ്രശ്ശേരി തന്നെയാണ്. സാധനങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ശിവകാശിയിൽ നിന്ന് എടുത്തായിരുന്നു. ഇപ്രാവശ്യം ഇവിടെ പട്ടാമ്പിയും കുന്നംകുളമൊക്കെ ആയിട്ടാണ് എടുത്തത്. കമ്പാരിറ്റീവ്ലി റേറ്റ് ശിവകാശിയിൽ കമ്മിയാണ്. പക്ഷെ അവിടെ നിന്ന് സാധനം ഇവിടെ എത്തുമ്പോഴേക്കും നല്ല നമുക്ക് ഇവിടുത്തെ റേറ്റ് ആവുന്നുണ്ട്. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ വരുമ്പോൾ നമുക്ക് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഏകദേശം ഇവിടുത്തെ റേറ്റ് തന്നെ ആയി. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ പോയി ബുദ്ധിമുട്ടിയിട്ട് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. റേറ്റ് ഇപ്പോൾ ഈ സീസണിലേക്ക് കുറച്ച് റേറ്റ് കൂടിക്കണു സാധനങ്ങൾ. പിന്നെ നമ്മളൊരു 8-10 വർഷം ആവുകൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമേഴ്സിന് അതിനനുസരിച്ച് റേറ്റ് കൊടുക്കണുള്ളൂ. അതെ, ഇപ്പോൾ എല്ലാവരുടെ സ്ഥിതിയും മോശമാണ്, എന്നാലും നമ്മളത് കണ്ടിട്ടേ കൊടുക്കണുള്ളൂ റേറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ 12 ഷോട്ടോളം മേലെ പോയി പൊട്ടണ ഇതായിട്ട് 12 ഷോട്ട് മേപ്പെട്ട് പോയി പൊട്ടേണ്ട സംഭവം ഇതാണ്. ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യലായിട്ട് ഇപ്രാവശ്യം ഉള്ളത്. അപകടങ്ങൾ കുറഞ്ഞതും ആകർഷകവുമായ ചൈനീസ് പടക്കങ്ങൾക്കും കമ്പത്തിരി, മത്താപ്പ്, ട്രോൺകൾ, വിഷുചക്രം എന്നിവയ്ക്കും തന്നെയായിരുന്നു ഡിമാൻഡ് കൂടുതൽ. 5 രൂപയ്ക്ക് തുടങ്ങുന്ന വെറൈറ്റി പടക്കങ്ങൾ മുതൽ ആയിരങ്ങൾ വില വരുന്ന ഐറ്റങ്ങളും പടക്ക വിപണിയുടെ ആകർഷണമായി. പർച്ചേസ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് പോണു. ഡ്രസ്സൊക്കെ എടുത്തു, പടക്കങ്ങൾ വാങ്ങാൻ വന്നതാണ്. ഒരുപാട് വാങ്ങിച്ചു. ഹാപ്പി വിഷു. നല്ല വിശേഷം വന്ന്. അതെ, പടക്കം വാങ്ങിയൊക്കെയാണ് എല്ലാവർക്കും ശിവകാശിയിൽ നിന്നാണ് പ്രധാനമായും വിഷുവിന് പടക്കങ്ങൾ എത്തിച്ചിട്ടുള്ളത്. ചിലതിനൊക്കെ അല്പം വില കൂടിയിട്ടുണ്ടെങ്കിലും താരതമ്യേന നല്ല തിരക്ക് തന്നെയാണ് വിഷുത്തലേന്ന് പടക്ക വിപണിയിൽ അനുഭവപ്പെട്ടത്. കുട്ടികളും മുതിർന്നവരുമെല്ലാം പടക്കം വാങ്ങാനെത്തി. കടുത്ത ചൂട് പകൽ സമയത്തെ കച്ചവടത്തെ ബാധിച്ചെങ്കിലും വൈകിട്ടോടെ വിപണി ഉണർന്നു. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. ഇടവേള.
വാർത്തകൾ തുടരുന്നു. വിഷുദിനത്തിൽ കണിയൊരുക്കാൻ വൃക്ഷത്തൈയും കണിവെള്ളരിയും വിഷുക്കൈനീട്ടവുമായി ലയൺസ് റിനൈൻസസും അടയ്ക്കാപ്പത്തൂർ സംസ്കൃതിയും. ചെർപ്പശ്ശേരി അയ്യപ്പൻകാവിൽ നടന്ന ചടങ്ങ് ശബരിമല മുൻ മേൽശാന്തിയും നിലവിൽ അയ്യപ്പൻകാവ് മേൽശാന്തിയുമായ തെക്കുംപറമ്പത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ ഭക്തർക്കാണ് ചെർപ്പശ്ശേരി ലയൺസ് റിനൈൻസസിന്റെ നേതൃത്വത്തിൽ അടയ്ക്കാപ്പത്തൂർ സംസ്കൃതിയുടെ സഹകരണത്തോടെ വിഷുദിനത്തിൽ കണിയൊരുക്കുവാനായി കണിക്കൊന്നത്തെയും കണിവെള്ളരികയും വിഷുക്കൈനീട്ടവും നൽകിയത്. മേൽശാന്തി തെക്കുംപറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതിയാണ് ഈശ്വരൻ എന്ന ചിന്ത ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ വൃക്ഷക്കണി, വിഷുത്തൈനീട്ടം തുടങ്ങിയ പദ്ധതികൾ വർഷങ്ങളായി സംസ്കൃതി സംഘടിപ്പിക്കാറുണ്ടെന്നും കണിയൊരുക്കലിൽ വൃക്ഷത്തൈകളുടെ സാന്നിധ്യം കാണുന്നത് പ്രകൃതിയോടുള്ള പ്രാധാന്യം വിളിച്ചറിയിക്കുന്നതാണെന്നും സംസ്കൃതി പ്രവർത്തകൻ രാജേഷ് അടയ്ക്കാപ്പത്തൂർ പറഞ്ഞു. ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി പങ്കജാക്ഷൻ, ക്ഷേത്രം ഭാരവാഹികൾ, ജീവനക്കാർ, ചെർപ്പശ്ശേരി ലയൺസ് റിനൈൻസസ് പ്രതിനിധികളായ CV രാജേഷ്, TK ജയൻ, KP സൈനുദ്ദീൻ, K അശോകൻ, രാജഗോപാൽ, ഹരിദാസൻ, മുഹമ്മദ് കുട്ടി, സംസ്കൃതി പ്രവർത്തകരായ UC വാസുദേവൻ, KT ജയദേവൻ, സനിൽ കളരിക്കൽ, ഗോവിന്ദൻ വീട്ടിക്കാട് തുടങ്ങിയവരും പങ്കെടുത്തു. വിഷുക്കൈനീട്ടം നൽകാൻ പുത്തൻ നോട്ടുകളുടെയും നാണയങ്ങളുടെയും ശേഖരമൊരുക്കി മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് 1.5 കോടി രൂപയുടെ പുത്തൻ നോട്ടുകളാണ് വിതരണം ചെയ്തത്. 5, 10, 20, 50, 100, 200, 500 രൂപകളുടെ പുത്തൻ നോട്ടുകളുടെ ശേഖരമാണ് വിഷുക്കൈനീട്ടത്തിനായി ബാങ്ക് ഒരുക്കിയിരുന്നത്. രാവിലെ മുതൽ തന്നെ പുതിയ നോട്ടുകൾ വാങ്ങാനെത്തിയവരുടെ നീണ്ട നിരയുണ്ടായിരുന്നു. ബാങ്ക് പ്രസിഡന്റ് PN മോഹനൻ നാണയമേള ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ വിഷു അദ്ദേഹം ആശംസിച്ചു. വളരെ വ്യത്യസ്തമായ ഇടപെടലുകളിലൂടെ ആഘോഷിക്കുകയാണ്. ഇന്നിവിടെ എല്ലാ ആളുകൾക്കും വിവിധ തരത്തിലുള്ള കറൻസികളും നാണയങ്ങളും അവരുടെ ആവശ്യത്തിനനുസരിച്ച് വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ വിഷു ആശംസകൾ എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും എല്ലാ സഹകാരികൾക്കും അർപ്പിക്കുവാൻ ഈ സമയം ഉപയോഗിക്കുന്നു. ഈ നാണയമേളയും തുടർന്ന് നടക്കുന്ന വിഷു ചന്തയും എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകൾ ഉണ്ടാവാൻ ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ ആഘോഷങ്ങളിലും പങ്കാളികളായി റൂറൽ ബാങ്ക് എന്നും മണ്ണാർക്കാട്ടുകാർക്കൊപ്പം ഉണ്ടാകുമെന്നും അതിന്റെ ഭാഗമായാണ് വിഷു കൈനീട്ടത്തിനുള്ള നാണയമേള ഒരുക്കിയതെന്നും സെക്രട്ടറി M പുരുഷോത്തമൻ പറഞ്ഞു. നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് വിഷു എന്ന് പറയുന്നത് ഒരു ആഹ്ലാദത്തിൻ്റെ മുഹൂർത്തമാണ്, ആനന്ദത്തിൻ്റെ മുഹൂർത്തമാണ്. തീർച്ചയായും മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ഈ വർഷത്തെ വിഷു വളരെ സന്തോഷപൂർവ്വം ജനങ്ങളോടൊപ്പം ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വിഷുവിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കൈനീട്ടത്തിന് വേണ്ട പുതിയ കറൻസികളും അതുപോലെ തന്നെ നാണയത്തുട്ടുകളുമൊക്കെ ആവശ്യാനുസരണം നമ്മുടെ ആളുകൾക്ക് നൽകിക്കൊണ്ട് അവരോട് ചേർന്ന് നിൽക്കാൻ ഈ സ്ഥാപനം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിന് ശേഷം ഇവിടെ വിഷു ചന്ത, സബ്സിഡി ചന്ത, വളരെ നിത്യോപയോഗ സാധനങ്ങളൊക്കെ തന്നെ വളരെ വിലക്കുറവിൽ സർക്കാർ സബ്സിഡിയോടുകൂടി നൽകുന്ന ചന്തയും ഇന്ന് 11 മണി മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാലത്തും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇത്തരത്തിലുള്ള എല്ലാ ഉത്സവകാലങ്ങളിലും ജനങ്ങളുടെ കൂടെയാണ്. ഈ വിഷു ഏറ്റവും സന്തോഷപ്രദമാകാൻ നല്ല ഗുണമേന്മയുള്ള പടക്കങ്ങളും അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളും കറൻസികളും നാണയങ്ങളും ഒക്കെ ആയി ഞങ്ങൾ മണ്ണാർക്കാട്ടുകാരോടൊപ്പം ഈ നാടിനോടൊപ്പം വിഷു ആഘോഷിക്കുകയാണ്. ബാങ്ക് വൈസ് പ്രസിഡന്റ് റഷീദ് ബാബു, ഡയറക്ടർമാരായ K രാധാകൃഷ്ണൻ, PK മോഹൻദാസ്, P റിയാസ്, മീന പ്രകാശൻ, സൗമ്യ, K സുബൈദ, മാണിക്കൻ എന്നിവർ പ്രസംഗിച്ചു. മണ്ണാർക്കാട് റൂറൽ ബാങ്കിൻ്റെ വിഷു സബ്സിഡി ചന്ത തുടങ്ങി. ബാങ്കിൻ്റെ നാട്ടുചന്തയിലാണ് സബ്സിഡി ചന്ത പ്രവർത്തിക്കുന്നത്. 1400 രൂപ വില വരുന്ന കിറ്റ് 1000 രൂപയ്ക്കാണ് ചന്തയിൽ നിന്ന് നൽകുന്നത്. 19 വരെ ചന്ത തുടരും. 8 കിലോ അരി, 2 കിലോ പച്ചരി, പഞ്ചസാര, ഉഴുന്ന്, പരിപ്പ്, കടല, ചെറുപയർ, വൻപയർ, മുളക്, മല്ലി, വെളിച്ചെണ്ണ, ശർക്കര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അടങ്ങിയ കിറ്റാണ് നൽകിയത്. പുഞ്ചക്കോട് CS ആശ്രമത്തിലെ ഫാദർ സക്രയ്ക്ക് ആദ്യ കിറ്റ് നൽകി ബാങ്ക് പ്രസിഡന്റ് PN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വലിയ സന്തോഷമാണ് മണ്ണാർക്കാട്ടുകാർക്കായി റൂറൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നതെന്ന് ഫാദർ സക്രിയ പറഞ്ഞു. വലിയ ഒരു സന്തോഷം തന്നെയാണ്
മണ്ണാർക്കാട് റൂറൽ ബാങ്കും അതിനോട് ചേർന്ന ഈ നാട്യചന്തയും ഈ വലിയ പ്രസ്ഥാനവും തീർച്ചയായിട്ടും ഈ മണ്ണാർക്കാട് ജനതയുടെ ഒരു സന്തോഷത്തിൻ്റെ വലിയൊരു ദിനങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈസ്റ്റർ കഴിഞ്ഞതായ ആഴ്ച, അതുപോലെ ചെറിയ പെരുന്നാൾ കഴിഞ്ഞു, അതിൻ്റെ ഒരു അനുഭവത്തിൽ നിൽക്കുന്നു. അതുപോലെ വിഷു നാളെ, വിഷുവിൻ്റെ വലിയ സന്തോഷത്തിലേക്ക് വരുന്ന ദിനങ്ങളിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ മണ്ണാർക്കാടിൻ്റെ ജനതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ഈ വലിയ സംരംഭം, പ്രത്യേകിച്ച് മണ്ണാർക്കാട് റൂറൽ ബാങ്കിൻ്റെ സെക്രട്ടറി പുരുഷോത്തമനും സംഘവും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നു. അത് തീർച്ചയായിട്ടും ഈ നാടിനും നാട്ടുകാർക്കും ഒരു വലിയ സന്തോഷവും തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ബാങ്ക് സെക്രട്ടറി എം പുരുഷോത്തമൻ, വൈസ് പ്രസിഡന്റ് റഷീദ് ബാബു, ഡയറക്ടർമാരായ കെ രാധാകൃഷ്ണൻ, പി കെ മോഹൻദാസ്, പി റിയാസ്, മീന പ്രകാശൻ, സൗമ്യ, കെ സുബൈദ, മാണിക്യൻ എന്നിവർ പ്രസംഗിച്ചു. വിഷു ലക്ഷ്യമിട്ടിറക്കിയ പച്ചക്കറി കൃഷിയിൽ വേനൽച്ചൂട് നാശം വിതച്ചപ്പോൾ മത്തൻ കൃഷിയിൽ നഷ്ടക്കണക്കെണ്ണി കർഷകർ. ഒറ്റപ്പാലം പനമണ്ണ പള്ളത്തുപടി പച്ചക്കറി ഉൽപ്പാദക സംഘത്തിലെ കർഷകർക്കാണ് മത്തൻ കൃഷിയിൽ വിഷുവിപണി നഷ്ടമായത്. വെണ്ട, കുമ്പളം, പയർ തുടങ്ങിയ പച്ചക്കറികൾക്കൊപ്പം ഒരേക്കർ സ്ഥലത്താണ് മത്തൻ കൃഷി ഇറക്കിയിരിക്കുന്നത്. വേനൽച്ചൂടിൻ്റെ കാഠിന്യത്തിൽ മത്തൻ വള്ളികളിലുണ്ടായ കായ മുഴുവൻ പഴുത്ത് നാശമാകുകയായിരുന്നു. ഏകദേശം 3500 മുതൽ 5500 കിലോ വരെ മത്തനാണ് വിപണിയിലെത്തിക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്നതെന്ന് കർഷകനായ കെ അനിൽകുമാർ പറഞ്ഞു. ഇതിനാണ് തിരിച്ചടി നേരിട്ടത്. കഴിഞ്ഞ വർഷം ഏകദേശം 3000 കിലോ മത്തൻ മാത്രം വിപണിയിലെത്തിക്കാൻ കർഷകർക്കായിരുന്നു. മത്തനൊപ്പം തന്നെ കൃഷി ചെയ്ത കുമ്പളവും വെണ്ടയും പയറുമെല്ലാം വിഷുവിന് വിപണിയിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നു. ഏകദേശം 2500 കിലോ പച്ചക്കറിയാണ് വിപണിയിലെത്തിച്ചിരുന്നത്. വിഷു ലക്ഷ്യം വെച്ച് കഴിഞ്ഞ ജനുവരി അവസാനത്തിലാണ് പച്ചക്കറി കൃഷി ഇറക്കിയിരുന്നത്. ആലത്തൂർ BFPCKയിൽ നിന്ന് കൊണ്ടുവന്ന മത്തൻ്റെ വിത്താണ് പാകിയിരുന്നത്. തുടക്കത്തിൽ നല്ല രീതിയിൽ വള്ളികളെല്ലാം പടർന്നു പന്തലിച്ച് പൂവിട്ട് കായകളുണ്ടായെങ്കിലും പിന്നീട് പഴുത്ത് നാശമാകുകയായിരുന്നു. വേനലിൻ്റെ ചൂട് ഇത്തവണ അപ്രതീക്ഷിതമായി വർദ്ധിച്ചതാണ് പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായത്. ഈ പോക്കാണെങ്കിൽ അടുത്ത വർഷം കൃഷി ചെയ്യണോ എന്ന് ആലോചിക്കേണ്ടി വരുമെന്ന് കർഷകനായ പി രാധാകൃഷ്ണൻ പറഞ്ഞു. കംപ്ലീറ്റ് നശിച്ചു. മത്തനൊക്കെ ഒരു നല്ലൊരു സംഖ്യയ്ക്ക് വിൽക്കേണ്ട മത്തണ്ടായിരുന്നു, കംപ്ലീറ്റ് ഉണങ്ങിപ്പോയി. കുമ്പളം കണ്ടില്ലേ, കുമ്പളനും പോയി. ഇപ്പോൾ ഉള്ളത് കുറച്ച് വെണ്ടയുണ്ട്. അതേമാതിരി തണ്ണി മത്തം ഉണ്ടാക്കിയത് കംപ്ലീറ്റ് ഒരെണ്ണം പോലും കിട്ടി. ഒരു തൈ പോലും വള്ളിയായിട്ട് അങ്ങനെയാണ് ഉണങ്ങിപ്പോയി. അത്രയും ദയനീയമായ അവസ്ഥയാണ് ഇപ്പോൾ. ഇപ്പോൾ അടുത്ത വർഷം ഈ പോക്ക് പോവുകയാണെങ്കിൽ അടുത്ത വർഷം ഞങ്ങൾ കൃഷി ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ചെയ്യുന്നു. ഇത്രയും വെള്ള സൗകര്യം നനച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ. വേനൽ മഴ പെയ്യാതിരുന്നതും ആവശ്യമായ സമയങ്ങളിൽ കനാൽ വെള്ളം ലഭിക്കാതിരുന്നതും കർഷകരെ പ്രതികൂലമായി ബാധിച്ചു. ബോർവെല്ലിനെ ആശ്രയിച്ചായിരുന്നു കൃഷി. റംസാൻ വിപണി ലക്ഷ്യമിട്ടിറക്കിയ തണ്ണിമത്തൻ കൃഷിയിലും കർഷകർക്ക് ഇത്തവണ കൈപ്പൊള്ളി. 1/2 ഏക്കർ സ്ഥലത്തിറക്കിയ തണ്ണിമത്തനും നാശമായി പോയിരുന്നു. ഡൽഹി ഇഫ്കോയിൽ നിന്ന് എത്തിച്ച കിരൺ മത്തനാണ് കൃഷി ചെയ്തിരുന്നത്. അമിതമായ ചൂട് തന്നെയാണ് തണ്ണിമത്തനും നാശമാകാൻ കാരണമായത്. കഴിഞ്ഞ തവണ 2000 കിലോ തണ്ണിമത്തൻ വിപണിയിലെത്തിച്ചിരുന്നു. ഏത് ഗവൺമെൻറ് വേണമെന്നതല്ല, ഏത് ഇന്ത്യ വേണമെന്നതാണ് ഇപ്പോഴത്തെ ചോദ്യമെന്ന് മന്ത്രി MP രാജേഷ്. കോഫി വിത്ത് മിനിസ്റ്റർ പരിപാടി ഒറ്റപ്പാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യം കിട്ടി 3/4 നൂറ്റാണ്ടിന് ശേഷം 17 പൊതുതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇതാദ്യമായി ചോദ്യം മാറിയിരിക്കുന്നു. ഏത് ഗവൺമെന്റ് വേണമെന്നതല്ല, ഏത് ഇന്ത്യ വേണം എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഭരണഘടന വിഭാവനം ചെയ്ത ഒരു റിപ്പബ്ലിക് അവശേഷിക്കണോ, അതോ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റായി, ഒരു മതരാഷ്ട്രമായിട്ട് ഇന്ത്യ മാറണം? അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചോദ്യം. ആ അർത്ഥത്തിൽ നോക്കിയാൽ ജൂൺ 4 ഇന്ത്യയുടെ വിധി തീരുമാനിക്കുന്ന ദിവസമാണ്. ഇന്ത്യയുടെ ഭാവിയും ഗതിയും തീരുമാനിക്കുന്ന ദിവസമാണ്. ഒപ്പം കേരളത്തിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരിക്കും ജൂൺ 4 റിസൾട്ട് വരുന്ന ദിവസം. ഏത് സ്ഥാനാർത്ഥി ജയിച്ചു, ആരധികാരത്തിൽ വരുന്നു എന്നുള്ളതല്ല, അതിനപ്പുറമാണ് പ്രശ്നം. ഇനിയും BJP അധികാരത്തിൽ വന്നാൽ തിരഞ്ഞെടുപ്പ് ഒരു ഓർമ്മയായി മാറും. അതുകൊണ്ട് ജനങ്ങൾ മാറി ചിന്തിക്കണമെന്നും കേരളത്തിൽ ഇടതുപക്ഷത്തിന് കോട്ടം വന്നാൽ അത് ഇന്ത്യൻ പാർലമെന്റിനെ നിശ്ചലമാക്കുമെന്നും അതുകൊണ്ട് എല്ലാവരും ഇടതുപക്ഷത്തെ സഹായിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കെ പ്രേംകുമാർ MLA അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയ്കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം M ഹംസ, പഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേഷ്, K രാമദാസ് എന്നിവർ സംസാരിച്ചു. പാലക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ ശ്രീകൃഷ്ണപുരം കരിമ്പുഴ മേഖലകളിൽ 2ാം ഘട്ട പര്യടനം നടത്തി. സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയായിരുന്നു പര്യടനം.
കല്ലുവഴി അയ്യപ്പൻകാവ്, മംഗലാംകുന്ന് കുന്നുംപുറം, പുഞ്ചപ്പാടം, തിരുവമ്പലം, കല്ലമ്പറമ്പ്, കോണിക്കഴി, വാക്കടപ്പുറം, കാവുവട്ടം, കുന്നുംപുറം എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. തുടർന്ന് കരിപ്പമണ്ണയിൽ പ്രചാരണം സമാപിച്ചു. മംഗലാംകുന്ന് കുന്നുംപുറം ഏരിയയിൽ നടന്ന സ്വീകരണത്തിൽ നേതാക്കളായ NN കൃഷ്ണദാസ്, S അജയകുമാർ, K പ്രേംകുമാർ MLA, P അരവിന്ദാക്ഷൻ, M ഹംസ, P മൊയ്തീൻകുട്ടി, M സെയ്താലി, M മോഹനൻ, P സുബ്രഹ്മണ്യൻ, KT രാമചന്ദ്രൻ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് വൈകിട്ട് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ LDF കരിമ്പുഴ ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിപ്പമണ്ണയിൽ നൈറ്റ് മാർച്ച് നടത്തി. സ്ഥാനാർത്ഥി A വിജയരാഘവൻ മാർച്ചിന് നേതൃത്വം നൽകി. 100 കണക്കിന് ആളുകൾ മാർച്ചിൽ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. പെരുന്നാൾ തിരക്ക് കഴിഞ്ഞ് മലപ്പുറം ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി E.T. മുഹമ്മദ് ബഷീർ പ്രചാരണം പുനരാരംഭിച്ചത് മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും. മോങ്ങത്ത് നിന്നും ആരംഭിച്ച പര്യടനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി E.T. മുഹമ്മദ് ബഷീർ പെരുന്നാൾ തിരക്കുകൾ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വീണ്ടും സജീവമായി. മോങ്ങത്ത് നിന്നും ആരംഭിച്ച മലപ്പുറം നിയമസഭാ മണ്ഡലം തല പര്യടനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി ശക്തമായി വാദിച്ച് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച മികച്ച പാർലമെന്റേറിയനാണ് E.T. മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ച ഇനിയും അനിവാര്യമാണെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KP അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP സെയ്ദലവി, DCC പ്രസിഡന്റ് VS ജോയി, ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ മഞ്ഞളാംകുഴി അലി MLA മാരായ P അബ്ദുൽ ഹമീദ്, TV ഇബ്രാഹിം, P ഉബൈദുള്ള, അഡ്വക്കേറ്റ് KNA ഖാദർ, മുസ്തഫ അബ്ദുൽ ലത്തീഫ്, മലപ്പുറം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ PC വേലായുധൻകുട്ടി, കൺവീനർ PA സലാം തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സമ്മതിദായകരുടെ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയായ വീട്ടിൽ നിന്നും വോട്ട് സേവനം ഉപയോഗപ്പെടുത്താൻ മലപ്പുറം ജില്ലയിൽ നിന്നും 13,216 പേർ. ജില്ലയിൽ ഏപ്രിൽ 15 മുതൽ 24 വരെയാണ് വീട്ടിൽ നിന്നും വോട്ട് സേവനം ലഭ്യമാകുക എന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദ് അറിയിച്ചു. മുൻകൂട്ടി അപേക്ഷ നൽകിയ ഭിന്നശേഷിക്കാർ, 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ എന്നിവർക്കാണ് വീട്ടിൽ നിന്നും വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കുക. ഇതിനായി ജില്ലയിൽ വിവിധ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരടങ്ങുന്ന 156 ടീമുകളെ നിയോഗിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. നമ്മൾ ആരംഭിക്കുന്നത് 15-ാം തീയതി മുതൽ 24-ാം തീയതി വരെയാണ്. ഇതിനുവേണ്ടി നമ്മൾ ആകെ 139 ടീമിൽ 156 ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഒരു ടീമിൽ 2 പോളിംഗ് ഓഫീസർമാരുണ്ടാവും, ഒരു ഫോട്ടോഗ്രാഫർമാരുണ്ടാവും, ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടാവും. ഇതോടൊപ്പം തന്നെ ആവശ്യമുള്ള സാഹചര്യത്തിൽ BLOമാരുണ്ടാവും, ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ ഷെഡ്യൂൾ നമ്മൾ സ്ഥാനാർത്ഥികൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് അവരുടെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരെ ഈ ടീമിനോടൊപ്പം വിടാം, ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഓരോ വീടുകളിലും ചെന്നിട്ടാണ് ഇവരെ വോട്ട് ചെയ്യിക്കുന്ന രീതി നടക്കുന്നത്. അപ്പം നമ്മുടെ നിർദ്ദേശങ്ങളനുസരിച്ച് ഇവർ പോകുന്ന തീയതി മുൻകൂറായി തന്നെ അവർ SMS മുഖേന അറിയിക്കും. SMS മുഖേന അറിയിക്കാൻ പറ്റാത്തവരുടെ സാഹചര്യത്തിലാണെങ്കിൽ അവരെ BLOമാർ വഴി ഈ പോകുന്ന തീയതികൾ അറിയിക്കും. അതിനുശേഷം ഒരു വീട്ടിൽ പോകുമ്പോൾ ഈ വോട്ടർ അവിടെ ഇല്ലെങ്കിൽ വേറൊരു അവസരത്തിലും കൂടെ പോകും, 2 പ്രാവശ്യം പോകും. അപ്പോൾ 2ാമത്തെ പ്രാവശ്യവും ഈ ഹോം വോട്ടിങ്ങിന് വേണ്ടി ടീം പോകുമ്പോൾ 2ാമത്തെ പ്രാവശ്യം ആളില്ലെങ്കിൽ 3ാമതൊരു പ്രാവശ്യം പോകുക എന്നുള്ളത് നിർദ്ദേശങ്ങളില്ല. 2 പ്രാവശ്യം പോകുമ്പോൾ അവിടെ വോട്ടർ ഇല്ലെങ്കിൽ അവർക്ക് അവസരം നഷ്ടപ്പെടും. വീട്ടിലെ വോട്ട് സേവനത്തിനായി പോകുന്ന സംഘത്തിൽ 2 പോളിംഗ് ഓഫീസർമാർ, വീഡിയോഗ്രാഫർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ഉണ്ടാകും. ആവശ്യമെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരും സംഘത്തെ അനുഗമിക്കും.
വോട്ടിംഗ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്ഥാനാർത്ഥികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്കും സംഘത്തോടൊപ്പം നിന്ന് നടപടിക്രമങ്ങൾ വീക്ഷിക്കാനാവുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. വോട്ടിംഗിന്റെ രഹസ്യ സ്വഭാവം തകരാത്ത വിധത്തിൽ വോട്ടിംഗ് നടപടികൾ ഫോട്ടോയും വീഡിയോയും എടുത്ത് സൂക്ഷിക്കും. കാഴ്ച പരിമിതർ, ചലനശേഷിയില്ലാത്തവർ എന്നിവർക്കൊഴികെ വോട്ട് ചെയ്യുന്നതിനായി സഹായിയെ അനുവദിക്കില്ല. വോട്ടിങ്ങിനായി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുന്ന തീയതിയും സമയവും മുൻകൂട്ടി SMS വഴിയും ഇതിന് സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേനയും വോട്ടർമാരെ അറിയിക്കും. വോട്ടർ വീട്ടിലില്ലാത്ത സാഹചര്യമുണ്ടായാൽ മറ്റൊരു ദിവസം കൂടിയും അവസരം നൽകും. ഈ അവസരം കൂടി നഷ്ടമായാൽ പിന്നീട് അവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. വീടുകളിൽ വോട്ട് ചെയ്യാൻ താൽപ്പര്യമറിയിച്ച 85 വയസ്സ് കഴിഞ്ഞ 9044 പേർക്കും ഭിന്നശേഷിക്കാരായ 4172 പേരുമാണ് ഉള്ളത്. നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന്റെ ഷൊർണൂർ നിലമ്പൂർ റൂട്ടിൽ നിർത്തലാക്കിയ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. നിലമ്പൂർ ഷൊർണൂർ റെയിൽപാതയിൽ 66 കിലോമീറ്ററിനിടെ 10 സ്റ്റേഷനുകളിൽ 2 സ്റ്റേഷനിൽ മാത്രമാണ് കോട്ടയം എക്സ്പ്രസിന് സ്റ്റോപ്പുള്ളത്. കോട്ടയം എക്സ്പ്രസ് നിലമ്പൂരിൽ നിന്നും കോട്ടയത്തേക്കും കോട്ടയത്ത് നിന്ന് നിലമ്പൂരിലേക്കും ദിവസവും സർവീസ് നടത്തുന്നുണ്ട്. ഷൊർണൂർ നിലമ്പൂർ പാതയിൽ 2 മാത്രമാണ് കോട്ടയം എക്സ്പ്രസിന് സ്റ്റോപ്പുകളുള്ളത്. നേരത്തെ എറണാകുളത്തേക്ക് സർവീസ് നടത്തിയിരുന്ന എക്സ്പ്രസിന് എല്ലാ സ്റ്റേഷനുകളിലും സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ മാറി നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ്സായി സർവീസ് ആരംഭിച്ചപ്പോൾ മുതലാണ് സ്റ്റോപ്പ് 2 സ്റ്റേഷനുകളിൽ മാത്രമാക്കിയത്. മേലാറ്റൂർ, പട്ടിക്കാട്, ചെറുകര, വല്ലപ്പുഴ, വാടാനാംകുറിശി, കുലുക്കലൂർ സ്റ്റേഷനുകളിലൊന്നും നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് സ്റ്റോപ്പില്ല. ഇതേസമയം ഷൊർണൂർ മുതൽ കോട്ടയം വരെയുള്ള എല്ലാ സ്റ്റേഷനുകളിലും സ്റ്റോപ്പുണ്ട്. പകൽ 2:45 നിലമ്പൂരിൽ നിന്നും പുറപ്പെടുന്ന എക്സ്പ്രസ് രാത്രി 10 കോട്ടയത്തെത്തും. പുലർച്ചെ 5:15 കോട്ടയത്ത് നിന്നും പുറപ്പെട്ട് പകൽ 11:45 നിലമ്പൂരിലെത്തും. ഇങ്ങനെയാണ് എക്സ്പ്രസ് ട്രെയിനിൻ്റെ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ സ്റ്റോപ്പുകളിലും സ്റ്റോപ്പ് അനുവദിച്ചാൽ സമയക്രമത്തിലും സാങ്കേതികമായും മറ്റു ട്രെയിനുകളുടെ സർവീസിനെ ബാധിക്കുമെന്ന കാരണം പറഞ്ഞാണ് വല്ലപ്പുഴ ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ റെയിൽവേ സ്റ്റോപ്പ് അനുവദിക്കാത്തത്. കൂടുതൽ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പുകൾ അനുവദിച്ചാൽ വിദ്യാർത്ഥികൾ, രോഗികൾ അടക്കമുള്ള 1000 കണക്കിന് യാത്രക്കാർക്ക് പ്രയോജനമാകും. പട്ടാമ്പിയിൽ ലോറി ഇടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നത് പുനഃസ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസമാണ് ചരക്ക് ലോറി പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് പട്ടാമ്പി പഴയ മാർക്കറ്റ് റോഡ് ജംഗ്ഷന് സമീപം ചരക്കു ലോറി ആംബുലൻസിന് വശം കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായത്. അതേസമയം ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് തകർന്നു വീണു. വൈദ്യുതി ബന്ധവും താറുമാറായി. തുടർന്ന് ടൗണിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. വൈകുന്നേരമായിരുന്നു സംഭവം. തുടർന്ന് ശനിയാഴ്ച ഉച്ചയോടെയാണ് തകർന്ന പോസ്റ്റ് പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായത്. ശനിയാഴ്ചയും ടൗൺ ഗതാഗതക്കുരുക്കിൽ അമർന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേനൽ മഴയിലും കാറ്റിലും കരിമ്പുഴ പഞ്ചായത്തിൽ കനത്ത നാശനഷ്ടം. നിരവധി വീടുകൾ തകർന്നു. ഏക്കർ കണക്കിന് സ്ഥലത്തെ വാഴകൃഷിയും കവുങ്ങ് കൃഷിയും നിലം പൊത്തി. ചുഴലിക്ക് സമാനമായ കാറ്റാണ് വീശിയടിച്ചതെന്ന് നാട്ടുകാർ. ഇനിയും രാജ്യത്ത് BJP അധികാരത്തിൽ വന്നാൽ തെരഞ്ഞെടുപ്പ് ഒരു ഓർമ്മയായി മാറുമെന്ന് മന്ത്രി MP രാജേഷ്. ഏത് ഗവൺമെന്റ് വേണമെന്നല്ല, ഏത് ഇന്ത്യ വേണമെന്നതാണ് ഇപ്പോഴത്തെ ചോദ്യമെന്നും മന്ത്രി. ഭാര്യ സഹോദരന്റെ അടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മണ്ണാർക്കാട് ആണ്ടിപ്പാടം പോത്തില്ലത്ത് ഹാരിസാണ് മരിച്ചത്. സംഭവത്തിൽ ഹാരിസിന്റെ ഭാര്യ സഹോദരൻ സുധീർ അറസ്റ്റിൽ. മണ്ണാർക്കാട് വൻ കഞ്ചാവ് വേട്ട. കണ്ടമംഗലത്ത് നിന്നും 10 കിലോ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. പൊതുവപ്പാടം സ്വദേശി റഹ്മത്ത് മോനാണ് അറസ്റ്റിലായത്. മലയാളികൾക്ക് നാളെ വിഷു. ഐശ്വര്യത്തിന്റെ പൊൻകണിയൊരുക്കി പുതുവർഷത്തെ വരവേൽക്കാൻ നാടൊരുക്കി. പൊടിപൊടിച്ച് വിഷുത്തലേന്ന് പടക്കക്കച്ചവടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ.